നമുക്കിന്നൊരു പ്രോക്സിമിറ്റി അലേർട്ട് സിസ്റ്റം ഉണ്ടാക്കിയാലോ. നമുക്ക് അതിന് വേണ്ടി ആവശ്യമുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു ഓർഡിനോ യൂനോ നമുക്ക് വേണം, പിന്നെ ഒരു IR സെൻസർ വേണം, ഒരു ബസർ വേണം, പിന്നെ ഒരു ബ്രെഡ് ബോർഡും കുറച്ച് മെയിൽ ടു മെയിൽ ജമ്പേഴ്സും വേണം. നമ്മളൊരു IR സെൻസർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് 3 പിന്ന് കാണാൻ പറ്റും. ഒന്ന് VCC, പിന്നെ ഒന്ന് ഗ്രൗണ്ട്, പിന്നെ മറ്റേത് ഔട്ട്. നമ്മൾ നേരെ നമ്മുടെ IR സെൻസർ ബ്രെഡ് ബോർഡിലേക്ക് കുത്തുക. എന്നിട്ട് IRൻ്റെ VCC നേരെ ഒരു മെയിൽ ടു മെയിൽ ജമ്പർ യൂസ് ചെയ്തിട്ട് ഓർഡിനോയുടെ 5V എന്ന് പറഞ്ഞ പിന്നി കൊടുക്കുക. അതേപോലെ നമ്മുടെ IRൻ്റെ ഗ്രൗണ്ട് എടുത്തിട്ട് നേരെ നമ്മുടെ ഓർഡിനോയുടെ GND അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പിന്നിലേക്ക് കൊടുക്കുക. അതേപോലെ നമ്മുടെ IRൻ്റെ ഔട്ട് എടുത്തിട്ട് നേരെ നമ്മുടെ ഓർഡിനോയുടെ പിൻ നമ്പർ 9ലേക്ക് കൊടുക്കുക. ഇനി നമ്മളൊരു ബസർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് 2 പിന്ന് കാണാൻ പറ്റും, ഒരു ചെറിയ കാലും ഒരു വലിയ കാലും. ഈ ചെറിയ കാലാണ് ബസറിൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതേപോലെ വലിയ കാലാണ് ബസറിൻ്റെ പോസിറ്റീവ്. നേരെ നമ്മുടെ ബസറും ബ്രെഡ് ബോർഡിലേക്ക് കുത്തുക. എന്നിട്ട് നേരെ നമ്മുടെ ബസറിൻ്റെ ഗ്രൗണ്ട് ഒരു മെയിൽ ടു മെയിൽ ജമ്പർ യൂസ് ചെയ്തിട്ട് ഓർഡിനോയുടെ GND അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക. അതേപോലെ ബസറിൻ്റെ പോസിറ്റീവ് നേരെ എടുത്തിട്ട് ഓർഡിനോയുടെ പിൻ നമ്പർ 10ലേക്ക് കൊടുക്കുക. ഇനി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കോഡിനുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട്. നേരെ എല്ലാവരും അവിടെ പോയിട്ട് നമ്മുടെ കോഡ് കോപ്പി ചെയ്തിട്ട് ഓർഡിനോ IDയിൽ ഒരു ന്യൂ സ്കെച്ച് ഓപ്പൺ ചെയ്തിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ടൂൾസിൽ പോയിട്ട് നമ്മുടെ ബോർഡ് ഓർഡിനോ യൂനോ ആക്കി സെലക്ട് ചെയ്യുക. അതേപോലെ പോർട്ട് കറക്റ്റായിട്ടുള്ള പോർട്ടും സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആരോ മാർക്ക് ബട്ടൺ അടിച്ചിട്ട് നേരെ നമ്മുടെ കോഡ് അപ്ലോഡ് ചെയ്യുക. കോഡ് അപ്ലോഡ് ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രൊജക്റ്റ് വർക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ നേരെ അതിൻ്റെ മുമ്പിൽ കൊണ്ട് കൈ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബസറിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും.